ഹല്ലേലൂയ. അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു. അച്ഛൻ ഇന്നലെ ഫാദർ പിയോയുടെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം വായിച്ചതാണ്. ഒരു മകൾ, അവളുടെ പേര് ജെമ്മ എന്ന് പറയുന്ന ഒരു മകൾ, ജെമ്മ ജിയോർജി എന്ന് പറയുന്ന ഒരു മകള്. അവള് ജനിച്ചപ്പോൾ തന്നെ, അവൾ ജനിക്കുന്നത് 1939-ലാണ്. അവള് ജനിച്ചപ്പോൾ അവൾക്ക് കൃഷ്ണമണിയില്ല. രണ്ട് കണ്ണിനും കൃഷ്ണമണിയില്ല. എല്ലാം കാണാൻ പറ്റുമോ? അന്ധയായിട്ട് ജനിച്ചവളാണ്. അങ്ങനെ ഇവളെയും കൊണ്ട് ഇവളുടെ വല്യമ്മ, അപ്പന്റെ അമ്മ, ഇവളെയും കൊണ്ട് ഫാദർ ബിയോയുടെ അടുത്തെത്തുകയാണ്. 7 വയസ്സുള്ള സമയത്ത്. 7 വയസ്സുള്ള സമയത്ത് ഈ മകളെയും കൊണ്ട് ഈ ഫാദർ ബിയോയുടെ അടുത്തെത്തുമ്പോ ഈ പുരോഹിതൻ അവളുടെ കണ്ണിൽ കുരിശു വരക്കുകയാണ്. യേശുനാമത്തിൽ ഈ കുഞ്ഞിന് കാഴ്ച കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിന്റെ കണ്ണിൽ കുരിശു വരച്ചു. പ്രിയപ്പെട്ടവരെ, അവർ തിരിച്ചു പോകുമ്പോ കുരിശു വരച്ചു, ദിവ്യബലിയിൽ പങ്കെടുത്തു, കുർബാന സ്വീകരിച്ചു. അതിനുശേഷം അവർ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ തന്നെ ജമ്മയ്ക്ക് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണേ, അപ്പോഴും കുഞ്ഞിന് കൃഷ്ണമണിയില്ല. കൃഷ്ണമണി തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ കൃഷ്ണമണി ഇല്ലാതെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ കാണാൻ പറ്റുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിന് ഒരു തരത്തിലും, പല ശാസ്ത്രജ്ഞന്മാര് വരികയും പരിശോധിക്കുകയും ചെയ്തു. കുഞ്ഞ് കൃഷ്ണമണി ഇല്ലാതെയാണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പോഴും കുഞ്ഞിന് കൃഷ്ണമണി ഇല്ല. പക്ഷെ കുഞ്ഞിന് എല്ലാം കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് കത്തോലിക്ക സഭയില് പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടന്നിട്ടുള്ള അത്ഭുതങ്ങളില് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അത്ഭുതമാണ് അച്ഛൻ നിങ്ങളോട് പങ്കുവെച്ചത്. കുഞ്ഞു മരിക്കുന്നവരെ കൺമണിയില്ല, കൃഷ്ണമണിയില്ല. പക്ഷെ അവൾക്ക് കാണാൻ പറ്റുന്നു. നമുക്ക് കണ്ണുണ്ട്, കൺമണിയുണ്ട്, കൃഷ്ണമണിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ചില ആളുകൾക്ക് കാണാൻ പറ്റുന്നില്ല.